ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു എന്താ പറയുക അത്യാവശ്യമായിട്ടൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നതിന് ഇതായിരുന്നു ആ സാധനം. കളർ സേമിയ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ കുറേ സ്ഥലത്ത് നോക്കി. ലാസ്റ്റ് ഒരു പാകിസ്ഥാൻ സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പുറത്ത്. അപ്പോൾ നാളെ അതിനെ കൊണ്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ഇപ്പോൾ ഞാനൊരു അടിപൊളി ചിക്കൻ വരട്ടിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ ക്ലീൻ ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ഒരു 2 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതായത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ കുറച്ച് നാരങ്ങ നീര് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തിരക്കുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ അത് കുക്ക് ചെയ്യുന്നത് വേവിക്കുക ചെയ്യുന്നത്, അത് ഫ്രൈ ആക്കുന്നതെല്ലാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ചിക്കൻ അടന്ന് കുക്കാട്ടെ. അപ്പോൾ ആ സമയം നമുക്കിത് വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു 2 വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത്, 2-3 എത്ര വേണേലും എടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ ഈ ഉള്ളിൻ്റെ കളറെല്ലാം ഒന്ന് ബ്രൗണായിട്ട് കളറൊന്ന് മാറി വരുന്ന വരെ സമയം എടുത്തിട്ട് തന്നെ വഴറ്റുക. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂൺ ഉണ്ടാവും. ബാക്കി അതും കൂടി ഇതിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനിയിപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു കളറെല്ലാം മാറി വരുമ്പോൾ നമുക്കിതിലോട്ടൊരു പകുതി തക്കാളി ചേർക്കാം. തക്കാളി നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ അതിലൊരു കുറച്ച് കട്ടി ഇതിനെല്ലാം വേണ്ടിയിട്ടിട്ടതാണ്. അങ്ങനെ ആ ഒരു തക്കാളി എല്ലാം കുക്കായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഈ പൊടികളും ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറി എണ്ണ തെളിയുന്നവരെ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് വഴറ്റുക. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലിടുക. എന്നിട്ടൊരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇതും നല്ലോണം ഒന്ന് ഇളക്കി ആ ഒരു ചിക്കനും മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സാണ്. നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിൽ ലാസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചിക്കനെല്ലാം നല്ലോണം ചാറെല്ലാം ഒന്ന് കുറുകി ഒരു പെരണ്ടിരിക്കുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്, ആ ഒരു ടേസ്റ്റെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറെല്ലാം വേറൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. എന്നിട്ട് ആ പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പാടന്നെ കറി ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.